എല്ലാ പ്രതികൾക്കും 20 വർഷം തടവ്. ഈ ചുമത്തിയ തെളിയിക്കപ്പെട്ട വകുപ്പുകൾ പ്രകാരം പ്രതികൾക്ക് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷയിലേക്ക് തന്നെ കോടതി എത്തിയിട്ടുണ്ടെന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തകൾ വരികയാണ്. 20 വർഷം തടവാണ് എല്ലാ പ്രതികൾക്കും. മറ്റ് വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷയും അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കും. അത് ഓരോ പ്രതികൾക്കും ഓരോ നിലയിലാകും. എന്തായാലും മുഴുവൻ പ്രതികൾക്കും 20 വർഷം കഠിന തടവ് എന്നുള്ള സുപ്രധാനമായ വിധി പ്രസ്താവത്തിലേക്ക് എത്തുകയാണ്. സാലി, 20 വർഷം തടവ് പ്രോസിക്യൂഷൻ പറഞ്ഞത് പ്രകാരം ഏറ്റവും പരമാവധി ലഭിക്കാവുന്ന ശിക്ഷ തന്നെയാണോ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ കോടതി പറയുന്നത്? അതായത് ഇതിന് വ്യക്തമായ ഒരു വിശദീകരണം ഇവിടെ നൽകേണ്ടതുണ്ട്. കാരണം ഇവർക്ക് 50,000 രൂപ പിഴ കൂടിയുണ്ട് ഓരോ പ്രതിക്കും. ഒപ്പം തന്നെ ഇതിൽ ഓരോ കേസിനും ഓരോ കുറ്റത്തിനും വെവ്വേറെ ശിക്ഷയുണ്ട്. ആ വെവ്വേറെ ശിക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടബലാത്സംഗത്തിലുള്ള ശിക്ഷയാണ് 20 വർഷം കഠിന തടവ് എന്ന് പറയുന്നത്. ആ 20 വർഷം കഠിന തടവ് കൂട്ടബലാത്സംഗത്തിന് എല്ലാ പ്രതികൾക്കും ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇവർ ചെയ്ത മറ്റു കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയും കൂടി കോടതി ഇതിനെ തുടർന്ന് പ്രഖ്യാപിക്കും. അത് ഒന്നിച്ചനുഭവിച്ചാൽ മതിയെങ്കിൽ ഈ 20 വർഷത്തിൽ തീരും. ഇനി വെവ്വേറെ അനുഭവിക്കണമെന്നാണ് കോടതി പറയണമെങ്കിൽ ജീവിതാവസാനം വരെ ഈ ആളുകളെല്ലാം ജയിലിൽ കഴിയേണ്ടി എല്ലാ പ്രതികൾക്കും 20 വർഷം തടവെന്ന് പറയുമ്പോൾ മറ്റൊരു സുപ്രധാനമായ കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ കോടതിയിലടക്കം പ്രതികൾ ആവശ്യപ്പെട്ടത് എല്ലാവരും ഞങ്ങൾ 6 പേരും ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ല. അപ്പോൾ ഈ പൾസർ സുനിക്കെതിരെ തെളിയിക്കപ്പെട്ട എല്ലാ വകുപ്പുകളും മറ്റുള്ളവർക്കെതിരെ മറ്റു പ്രതികൾക്കെതിരെ നിലനിൽക്കില്ല എന്നൊരു വാദം ഇന്ന് പ്രതികൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇത് പൂർണ്ണമായും കോടതി തള്ളുകയാണ്. അന്വേഷണ സംഘം കണ്ടെത്തിയത് പ്രകാരം മുഴുവൻ പ്രതികൾക്കും ബലാത്സംഗ കുറ്റം ചുമത്തുകയും അതുപ്രകാരം പരമാവധി ശിക്ഷ നൽകുകയും ചെയ്തിരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും. അതായത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് കോടതി അംഗീകരിച്ചിരിക്കുന്നു ഈ 6 പ്രതികളുടെ കാര്യത്തിൽ എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ്റെ ആവശ്യം ഇത് തന്നെയായിരുന്നു. എല്ലാ പ്രതികൾക്കും കൂട്ടബലാത്സംഗം എല്ലാ പ്രതികൾക്കും എതിരെ നിലനിൽക്കും. അങ്ങനെ പരമാവധി ശിക്ഷയായി 20 വർഷം കഠിന തടവെന്ന ശിക്ഷ എല്ലാവർക്കും വിധിക്കണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ കൂട്ടബലാത്സംഗത്തിനുള്ള വകുപ്പ് എല്ലാ പ്രതികൾക്കും എതിരെ ചുമത്തുകയും അത് കോടതി അംഗീകരിക്കുകയും അതിനുള്ള പരമാവധി ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അറിയേണ്ടത് ഈ വകുപ്പുകൾ ഈ മറ്റ് ചില കേസുകൾക്ക് മറ്റ് ചില വകുപ്പുകൾ കൂടി ഇവർക്ക് കുറ്റവാളികളാണ് ഈ കൃത്യത്തിൽ. അതിൽ എന്താണ് കോടതി പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിൽ 1 വർഷം മുതൽ 2 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന പല വകുപ്പുകൾ ഈ പല കുറ്റകൃത്യങ്ങൾക്കായി ചേർത്തിട്ടുണ്ട്. IT ആക്ട് മുതൽ തട്ടിക്കൊണ്ടുപോകൽ വരെ, സ്ത്രീത്വത്തെ അപമാനിക്കൽ വരെ, അങ്ങനെ ഒട്ടേറെ വകുപ്പുകളുണ്ട്. സംഘം ചേരൽ, തെളിവ് നശിപ്പിക്കൽ, അങ്ങനെ ഒട്ടേറെ അനുബന്ധ വകുപ്പുകൾ കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ആ വകുപ്പുകൾക്കെല്ലാം കൂടി വെവ്വേറെ ശിക്ഷയായിട്ട് അനുഭവിക്കേണ്ടി വരുന്നു എന്ന് വന്നാൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർക്ക് 20 വർഷം പോരാതെ വരും. 20 വർഷത്തിന് മുകളിലേക്ക് ശിക്ഷ പോകും. അപ്പോൾ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നാണ് കോടതി പറയുന്നതെങ്കിൽ ഈ 20 വർഷത്തിലെല്ലാം ഒതുങ്ങും. ഇനി വെവ്വേറെ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ 20 പ്ലസ് ഓരോ കുറ്റകൃത്യത്തിനും 10, 15, 10, 5, 2, 3 അങ്ങനെ നമ്മൾ ആ വകുപ്പ് പരിശോധിച്ചാൽ അറിയാം. അതിൽ ഒരു വകുപ്പ് 3 മാസം വരെ കഠിന തടവിനുള്ള ചെറിയൊരു വകുപ്പ് വരെ ഉണ്ട്. അപ്പം ഇതെല്ലാം ചേർത്ത് ആഡ് ചെയ്ത് വരുമ്പോൾ വർഷങ്ങളോളം വരും. അത് എല്ലാം ചേർത്ത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നാണ് കോടതി പറയുന്നതെങ്കിൽ ഈ 20-ൽ ഒതുങ്ങും.